നമസ്കാരം. ഭാരതത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ നീക്കങ്ങൾ നടത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. മാലിദ്വീപിനെ പരസ്യമായി ഭാരതം തള്ളിയപ്പോൾ പാപരായിട്ടും സഹായഹസ്തവുമായി പോകുന്ന പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനിടയിൽ ഭാരതത്തിന് ജയ് വിളിക്കുന്ന പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയ പാകിസ്ഥാനി ഇറാനിയൻ മത്സ്യത്തൊഴിലാളികൾ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സമുദ്ര സുരക്ഷാ രംഗത്ത് വീണ്ടും ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന മിന്നൽ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇക്കുറി പാകിസ്ഥാൻ പൗരന്മാരെയായിരുന്നു കടൽ കൊള്ളക്കാരിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. ഈ പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികൾ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും. സൊമാലിയൻ സായുധ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പലായിരുന്നു ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത്. മത്സ്യബന്ധന കപ്പലായ അൽ നെമിയെയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS സുമിത്ര രക്ഷപ്പെടുത്തിയത്. കൊച്ചി തീരത്ത് നിന്ന് 800 മൈൽ അകലെ വച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ബോട്ടിലെ 19 ജീവനക്കാരെയും സുരക്ഷിതമായി ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയായിരുന്നു. സൊമാലിയയുടെ കടൽ തീരം, ഏതൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ ഇന്ത്യ രക്ഷിച്ചത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. കടൽ കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവികസേന സദാ ജാഗരൂകരായിട്ടുണ്ട്. എന്തായാലും ശത്രുത മറന്ന എല്ലാവരെയും രക്ഷിക്കുന്ന ഭാരതത്തിനെയാണ് നമുക്കിവിടെയും കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.